ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ് നോക്കുന്നത്. അതായത് മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് അപ്രോച്ച് എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. സോ മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു തിയറി ടാക്സ് ഉള്ള സിറ്റുവേഷനിലും ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനിലുമാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് രണ്ട് കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. ടാക്സ് ഉള്ളപ്പോൾ ഒരു ഫോമിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അത് ടാക്സ് ഇല്ലാത്തപ്പോൾ മറ്റൊരു കോൺസെപ്റ്റാണ് ഇത് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ്, അതായത് ടാക്സ് ഇല്ലാത്തപ്പം ഈ തിയറി ഇറലവൻസ് തിയറിയാണ്. അതായത് മോഡിഗ്ലാനി അപ്രോച്ചിനകത്ത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എന്ത് ചെയ്യത്തില്ല, കമ്പനിയുടെ വാല്യൂവിനെയോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ അഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇറലവൻറ്റ് തിയറിയാണ്. അതായത് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പഠിച്ചതുപോലെ തന്നെ കമ്പനി വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. ബിക്കോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് പെർസെപ്ഷൻ കൂടുകയാണ്. കാരണം കമ്പനിയുടെ ഡെപ്റ്റ് കമ്പോണൻറ്റ് കൂടി വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു അവരുടെ ഫൈനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെപ്റ്റ് ഒരു ചീപ്പർ സോഴ്സാണ്, ടാക്സ് ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടേണ്ടിയിരുന്ന ബെനഫിറ്റ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് വഴി നള്ളിഫൈഡ് ആയിട്ട് പോവുകയും അങ്ങനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, അൺഎഫക്റ്റഡ് ആയിട്ട് പോവുകയാണ്. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, കമ്പനിയുടെ വാല്യൂവും ഒരു അൺഎഫക്റ്റഡ് ആയിട്ട് തുടരുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ഇറലവൻറ്റ് തിയറിയാണെന്ന് പറയുന്നത്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ആർബിട്രേജ് പ്രോസസ്സാണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഫേംസ്, അതായത് ബാക്കി എല്ലാ കാര്യങ്ങളിലും ആ രണ്ട് ഫേംസും സെയിം ആണ് എക്സെപ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ അങ്ങനെയുള്ള കമ്പനികളുടെ കേസിൽ ഓട്ടോമാറ്റിക്കലി ഈ ആർബിട്രേജ് പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുകയും കമ്പനിയുടെ വാല്യൂ സെയിം ആയിട്ട് വരികയും ചെയ്യും. ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വില കൂടുതലുള്ള അതായത് വാല്യൂ കൂടുതലുള്ള കമ്പനിയുടെ ഷെയർസ് വാങ്ങുകയും റാദർ ദാൻ വാല്യൂ കുറവുള്ള കമ്പനിയേക്കാൾ കൂടുതൽ അവർ വാല്യൂ കൂടുതലുള്ള കമ്പനിയുടെ ഷെയർസ് വാങ്ങും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ വാല്യൂ കുറയുകയും അങ്ങനെയും അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു, കമ്പനിയുടെ വാല്യൂ സെയിം ആയിട്ട് വരുന്നു. അതാണ് ആബ്സെൻസ് ഓഫ് ടാക്സിൽ വരുന്നത്. ഇനി ടാക്സ് ഉള്ള സിറ്റുവേഷൻ, അതായത് വെൻ കോർപ്പറേറ്റ് ടാക്സ് എക്സിസ്റ്റ്, ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് എന്ന് പറയുന്നത് റിലവൻറ്റ് തിയറിയാണ്. അതായത് രണ്ട് ഫേംസ്, അതായത് ലിവറേജ്, അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്ന കമ്പനീനെയാണ് നമ്മൾ ലിവറേജ്ഡ് ഫേം എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഉപയോഗിക്കാത്ത കമ്പനി അൺലിവറേജ്ഡ് ഫേം ആണ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലിവറേജ്ഡ് ഫേമിൻ്റെ വാല്യൂ ഡെപ്റ്റ് ഉപയോഗിക്കാത്ത അൺലിവറേജ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് ഈ ഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നത്. VU എന്ന് പറയുന്നത് അൺലിവറേജ്ഡ് ഫേം ആണ്, അതായത് ഡെപ്റ്റ് കമ്പോണൻറ്റ് ഉപയോഗിക്കാത്ത കമ്പനിയാണ്. ലിവറേജ്ഡ് ഫേം എന്ന് പറയുന്നത് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയോടൊപ്പം ഡെപ്റ്റ് ഉപയോഗിക്കുന്ന കമ്പനിയാണ്. സോ അങ്ങനെയുള്ള കമ്പനിയുടെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് ടാക്സ്. ഇതാണ് മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചിനകത്ത് പറയുന്നത്. സോ മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രസൻസ് ഓഫ് ടാക്സിലും ആബ്സെൻസ് ഓഫ് ടാക്സിലും പറയുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് ടാക്സിൽ ഇതൊരു ഇറലവൻറ്റ് തിയറിയാണ്. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വീണ്ടും ഉപയോഗിക്കുന്നത് വഴി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫൈനാൻഷ്യൽ റിസ്ക് കൂടുകയും അങ്ങനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നില്ല, അതായത് അൺഎഫക്റ്റഡ് ആയിട്ട് വരികയാണ്. കാരണം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു നെറ്റ് എഫക്റ്റും ഇതിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ഇറലവൻറ്റ് തിയറിയാണ്. ഇനി ടാക്സ് ഉള്ള സിറ്റുവേഷൻസിൽ റെലവൻറ്റ് തിയറിയാണ്. അതായത് ലിവറേജ്ഡ് ഫേമിൻ്റെ വാല്യൂ എപ്പോഴും അൺലിവറേജ്ഡ് ഫേമിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.